നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ നിതീഷ് പറയുന്ന മൊഴികളിൽ വൈരുദ്ധ്യമെന്ന സൂചന. മൊഴിപ്രകാരമുള്ള കാലിത്തൊഴുത്തിൽ മണ്ണുമാന്തി പരിശോധനകൾ നടത്തിയെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല. വാർത്തയിലേക്ക്. സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുണ്ടായിരുന്ന കാലിത്തൊഴുത്തിൽ കുഞ്ഞിനെ കുഴിച്ചുമൂടിയെന്ന പ്രതി നിതീഷിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന സംശയത്തിൽ പോലീസ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Derek Johns Management Private Limited, expanding horizons. 2 മണിക്കൂറോളം നേരം ഇവിടെ പരിശോധന നടത്തിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഈ ഭാഗത്ത് നിന്ന് ഫോറൻസിക് സംഘം മണ്ണ് ശേഖരിച്ച് ഇന്നലെ രാത്രിയോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. 2016 കൊല്ലപ്പെട്ട വിജയനും നിതീഷും ചേർന്ന വിജയന്റെ മകളുടെ 4 ദിവസം പ്രായമായ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ കുഞ്ഞിനെ കുഴിച്ചുമൂടിയത് തൊഴുത്തിലാണെന്നാണ് പ്രതി വെളിപ്പെടുത്തിയത്. എന്നാൽ സംഭവസ്ഥലത്ത് എത്തിച്ചതിനു ശേഷം നിതീഷ് ഈ മൊഴി മാറ്റി പറഞ്ഞു. കുഞ്ഞിന്റെ മൃതദേഹം കൊല്ലപ്പെട്ട വിജയൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുറത്തെടുത്ത് കവറിലാക്കി എവിടേക്കോ കൊണ്ടുപോയെന്ന് പറഞ്ഞ് മലക്കം മറിഞ്ഞുവെന്നാണ് വിവരം. എന്നാൽ ഇത് പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. വീട്ടിലെ ഇന്നത്തെ പരിശോധനയിൽ എന്തെങ്കിലും തുമ്പു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. എങ്ങനെയുണ്ട് ന്യൂസിലൻഡ്? അമേസിംഗ് ലാൻഡ്. എത്ര പെട്ടെന്നല്ലേ നീ പോയെ? പിന്നെ ഡെറിക് ജോൺസ് ആയതുകൊണ്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നീങ്ങി. നീ എന്താ ട്രൈ ചെയ്യാത്തത്? ഈ സമയത്ത് രാഹുലിനെ ഒറ്റയ്ക്കാക്കി. പിന്നീട് പോയാലും രാഹുലിന് അവിടെ ഒരു ജോബ് ശരിയാക്കാൻ അവർ നിന്നെ ഹെൽപ്പ് ചെയ്യും. നിന്റെ അക്കോമഡേഷൻ, ജോബ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യല്, ജോബ് കിട്ടാനൊക്കെ ഡെറിക് ജോൺസിന്റെ കൂടെ തന്നെ ഉണ്ടാകും. സർവീസ് ചാർജ് പോലും ജോബ് കിട്ടിയതിന് ശേഷം നീ കൊടുത്തു തീർത്താൽ മതി. ശരിക്കും നമ്മുടെയൊക്കെ കുടുംബം തരുന്ന പോലത്തെ കരുതലും സപ്പോർട്ടുമാണ് അവരുടെ പ്ലസ്. മേക്ക് ന്യൂസിലൻഡ് ഹോം വിത്ത് ഡെറിക് ജോൺസ്.